വിമർശനമുയർന്നപ്പോൾ ഒടുവിൽ മൗനം വെടിഞ്ഞു മുഖ്യമന്ത്രി. 30 മണിക്കൂറുകൾക്ക് ശേഷം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന് അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ്. ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അതേസമയം മുഖ്യമന്ത്രിക്കും PR ടീമിനും സോഷ്യൽ മീഡിയയിൽ പ്രധാനം കേരള സയൻസ് സിറ്റിയുടെ റീലിറക്കലാണ്. മുഖ്യമന്ത്രിയുടെ നിരുത്തരവാദിത്വത്തിൽ നവമാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുകയാണ്. അപകടം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ബിന്ദുവിന്റെ ശവസംസ്കാര ക്രിയകളും നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായത്. ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയതല്ലാതെ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തെ ഫോണിൽ വിളിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ തയ്യാറായില്ല. അപകടത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പോലും ഒരു വരി എഴുതാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഉടനടി ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുണ്ടായ അപകടത്തിൽ മൗനം പാലിച്ചത്. അതേസമയം മുഖ്യമന്ത്രിക്കും PR ടീമിനും സോഷ്യൽ മീഡിയയിൽ പ്രധാനം കേരള സയൻസ് സിറ്റിയുടെ റീലിറക്കലാണ്. മുഖ്യമന്ത്രിയുടെ നിരുത്തരവാദത്തിൽ നവമാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ നടപടി വിവാദങ്ങൾക്ക് ഇടയാക്കുകയും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. ഇതോടെയാണ് വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിക്കാൻ തയ്യാറായത്. അപകടം ദൗർഭാഗ്യകരവും വേദനാജനകവുമാണെന്നും ആവർത്തിക്കാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്ന മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും ബിന്ദുവിന്റെ കുടുംബത്തോട് കടുത്ത അവഗണനയാണ് കാട്ടിയത്. ഇരുവരും ബിന്ദുവിന്റെ കുടുംബത്തോട് സംസാരിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ തയ്യാറായിരുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയാണ് അപകടം ഗുരുതരമാകാൻ കാരണമെന്നാണ് ആക്ഷേപം. സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും പ്രതികരിക്കാൻ തയ്യാറായത്. ജനം, തിരുവനന്തപുരം.